ഹലോ ഫാംകോസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. ഞങ്ങൾ ഞാനും കൊച്ചും കൂടെ ചായ വെച്ച് അവൻ പഠിച്ച് മടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ ചായ തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുവാണ്. അമ്മ ഇന്നെന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് നെയ്റോസ്റ്റ് മതിയില്ലേ? നെയ്റോസ്റ്റ് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ഞാൻ തക്കാളി ചമ്മന്തി ആണ് ഉണ്ടാക്കുന്നത്. തക്കാളി ചമ്മന്തിക്ക് വേണ്ടി ഒരു പാന അടുപ്പത്തോട്ട് വെച്ച് അതിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഈ രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന് 2ആയിട്ട് ഞാൻ സ്ലൈസ് ചെയ്തു. അത് കഴിഞ്ഞ് തക്കാളി അങ്ങനെ എണ്ണയിലേക്ക് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ എണ്ണയിൽ വെച്ച് കൊടുത്ത് 3 ചുള വെളുത്തുള്ളി ഇട്ട് സബോള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് ഉപ്പും ഇട്ട് കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാനതിനെ ഒന്ന് അടച്ചു വെച്ചു. പതുക്കെ ഒന്ന് ചൂടായി വന്ന് ആവിയിലൊന്ന് ആയി കഴിഞ്ഞതിന് ആവാൻ വേണ്ടി. അതിന് ശേഷം അതിൻ്റെ മേൽത്തൊലി ഒന്ന് പൊളിച്ചെടുക്കണം തക്കാളിയുടെ. പിന്നീട് ഒരു 1/4 കപ്പ് തേങ്ങയും വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. അതിനൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു സ്പൂണും കൊണ്ട് അത് നന്നായിട്ട് തന്നെ ഉടച്ചേച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം മാത്രമേ ഇത് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം വെജിറ്റബിൾസിന് വേണ്ടി അവന് ടിഫിൻ കെട്ടാൻ വേണ്ടി ക്യാബേജാണ് ഇന്ന് തോരൻ വെക്കുന്നത്. ഇന്നെന്താ അമ്മ ക്യാബേജ് തോരൻ മാത്രമല്ല, വേറെ ഒന്നും ഇല്ലേ? ക്യാബേജ് തോരനുണ്ട്, ബീഫ് വളർത്തിയത് മതിയില്ല നിനക്ക്? ബീഫ് വളർത്തിയതും ക്യാബേജ് തോരനും മതിയില്ലേ കൊച്ചിന്? ചോറിന് ടിഫിൻ കൊണ്ടാകും, അത് മതിയില്ലേ? അപ്പോൾ ക്യാബേജിന് വേണ്ടിയിട്ട് ഉള്ളിയും സവോളയും പച്ചമുളകും എല്ലാം ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് ആടിക്കും ആദ്യമേ. അത് കഴിഞ്ഞിട്ടാണ് തേങ്ങയും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി അടിക്കും. പിന്നെ അതിലേക്ക് ക്യാബേജ് അരിഞ്ഞ് വെച്ചിലേക്ക് മഞ്ഞളും ഇട്ടിട്ട് തേങ്ങയിട്ട് കരിയാപ്പില ഇട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെക്കും. പിന്നീട് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് സവോള ഇട്ടിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് തട്ടിപ്പൊത്തി വെക്കുവാണ്. പിന്നെ അന്നത്തേന് നേരമൊക്കെ വെളുത്തു. പിന്നെ എനിക്ക് ചെറുതായിട്ട് ചെറിയ ചെടികളൊക്കെ ഉണ്ട്, വെർട്ടിക്കൽ ഗാർഡനും ഇൻഡോർ പ്ലാന്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 2-3 ദിവസമായി വെള്ളം ഒഴിച്ചിട്ട് ഇനി അപ്പോൾ അതിനായിട്ട് വെള്ളം ഒഴിക്കാനായിട്ട് ഞാനിന്ന് പോയതാണ്. അങ്ങനെ വെള്ളം ഒഴിച്ച് ചെടികൾക്കൊക്കെ ഇന്ന് വെള്ളം ഒഴിച്ച്, ഇത് വെർട്ടിക്കൽ ഗാർഡനാണ്. വെർട്ടിക്കൽ ഗാർഡനും സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വെള്ളച്ചമ്മന്തി ഉണ്ടാക്കണം. വെള്ളച്ചമ്മന്തിക്കുള്ള സവോളയും ഉള്ളിയും എല്ലാം ഇട്ട് അതും ചമ്മന്തി ഉണ്ടാക്കി വെച്ചു. പിന്നീട് തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ച് അവൻ്റെ യൂണിഫോം ഒന്ന് തേക്കണമായിരുന്നു. അവനന്നത്തേനും കുളിക്കാനൊക്കെ പോയി യൂണിഫോമൊക്കെ തേച്ച് അവന് നെയ്റോസ്റ്റ് മതി. അപ്പോൾ നെയ്റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. നെയ്റോസ്റ്റ് നെയ്യ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്ന. അമ്മ അവിടെ എരുമപ്പാൽ വാങ്ങിക്കുന്നുണ്ട്. എരുമപ്പാലിലുള്ള നെയ്യാണ്, എരുമപ്പാലിൻ്റെ നല്ല നെയ്യാണല്ലോ, പിള്ളേർക്ക് കൊടുക്കാൻ നല്ല നെയ്യല്ലേ. അപ്പോൾ ആ നെയ്യൊക്കെ ഇട്ടാണ് ഞാൻ നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ നെയ്റോസ്റ്റും പിന്നെ അന്നേരം നെയ്റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി. മുട്ട ഓംലേറ്റിലേക്ക് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഓംലേറ്റും റെഡിയാക്കി. അവന് ടൊമാറ്റോ ചമ്മന്തിയും നെയ്റോസ്റ്റ് റെഡിയാക്കി കൊടുത്ത് ടൊമാറ്റോ ചമ്മന്തിയും വൈറ്റ് ചമ്മന്തിയും കൂടി ഇട്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞ് അവന് മാറിപ്പോയി. എന്നിട്ട് അവന് കഴിച്ച് എല്ലാം കഴിഞ്ഞ് അവൻ്റെ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി അവൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വരാറായി. അപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞത്തെ നമ്മുടെ ഹാഫ് ഡേ ഡെയിലി വ്ളോഗ് ഇന്ന് തീർന്ന് ഞങ്ങളിപ്പോൾ ഇന്ന് കാപ്പി കുടിക്കാൻ പോവുകയാണ്. നെയ്റോസ്റ്റും ചമ്മന്തിയും എല്ലാമാണ് ഞങ്ങൾക്ക്. ചമ്മന്തിയും വൈറ്റ് ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും ആണ് ഞങ്ങളപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് കമൻറ്റിൽ കൂടെ പറയുക. അതനുസരിച്ച് ഞാനും നോക്കാം. എൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങളും കമൻറ്റുകൾ പറയുക. താങ്ക്